നമസ്കാരം. ദേവസൈന്യയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗങ്ങളിൽ ഭഗവാന്റെ ജനനവും അസുരനിഗ്രഹങ്ങളും മധുരയിൽ നടന്ന മല്ലയുദ്ധവും അതിനുശേഷം അവിടെ നടന്ന വികാരനിർഭരമായ കാര്യങ്ങളുമാണ് വിവരിച്ചത്. അതിൻ്റെ തുടർച്ച. ലോകഗുരുവായ ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ വിദ്യ അഭ്യസിക്കണമെന്ന ലോകമര്യാദ കാണിച്ചു കൊടുക്കാനാണ് ഗുരുകുലത്തിൽ ചേർന്നത്. സർവവിദ്യകളുടെയും ഉറവിടമായിരുന്നിട്ടും അദ്ദേഹം വളരെ വിനയത്തോടെ ഗുരുവിനെ ശുശ്രൂഷിച്ചു. വിറക് ശേഖരിക്കാനും ആശ്രമത്തിലെ മറ്റു ജോലികൾ ചെയ്യാനും കൃഷ്ണനും ബലരാമനും മടി കാട്ടിയില്ല. മറ്റാർക്കും സാധിക്കാത്ത വേഗതയിൽ ഭഗവാൻ വിദ്യകൾ സ്വായത്തമാക്കി. 64 ദിവസം കൊണ്ട് ചതുർവേദങ്ങൾ, ധനുർവേദം, നീതിശാസ്ത്രം, സംഗീതം, നൃത്തം തുടങ്ങിയ 64 കലകളിൽ അദ്ദേഹം പ്രാവീണ്യം നേടി. ഭഗവാന്റെ ബുദ്ധിശക്തി കണ്ട് സാന്ദീപനി മഹർഷി അത്ഭുതപ്പെട്ടു. ഈ ഗുരുകുല ജീവിതത്തിനിടയിലാണ് ഭഗവാൻ തൻ്റെ പ്രിയ സുഹൃത്തായ സുദാമാവിനെ കണ്ടുമുട്ടുന്നത്. ദരിദ്ര ബ്രാഹ്മണ ബാലനായ സുദാമാവും രാജകുമാരനായ ശ്രീകൃഷ്ണനും ഒരേപോലെ ഗുരുകുലത്തിൽ കഴിഞ്ഞു. ഒരിക്കൽ കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോൾ മഴയത്ത് കുടുങ്ങിയതും സുദാമാവ് തനിക്ക് ലഭിച്ച അവിൽ കൃഷ്ണന് നൽകാതെ കഴിച്ചതുമായ കഥകൾ പ്രസിദ്ധമാണ്. വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ ഗുരുദക്ഷിണയായി എന്തു വേണമെന്ന് ഭഗവാൻ മഹർഷിയോട് ചോദിച്ചു. ഭഗവാന്റെ മഹിമ തിരിച്ചറിഞ്ഞ മഹർഷി പണ്ട് പ്രഭാസതീർത്ഥത്തിൽ വെച്ച് കടൽ കൊണ്ടുപോയ തൻ്റെ മകനെ തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടു. കൃഷ്ണനും ബലരാമനും സമുദ്രത്തിനടിയിലുള്ള പഞ്ചജനൻ എന്ന അസുരനെ നിഗ്രഹിച്ച് യമലോകത്ത് പോയി യമധർമ്മനോട് ആവശ്യപ്പെട്ട് ഗുരുപുത്രനെ ജീവനോടെ തിരികെ കൊണ്ടുവന്ന് ഗുരുവിന് നൽകി. ഭഗവാൻ ഒരു ഉത്തമ ശിഷ്യൻ എങ്ങനെയായിരിക്കണം എന്ന് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന സന്ദർഭമാണിത്. ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് മധുരയിൽ തിരിച്ചെത്തിയ കൃഷ്ണനും ബലരാമനും നേരിടേണ്ടി വന്ന ഏറ്റവും കഠിനമായ വെല്ലുവിളിയായിരുന്നു ജരാസന്ധൻ്റെ ആക്രമണം. കംസന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനാണ് മഗധ രാജാവായ ജരാസന്ധൻ മധുരയെ ആക്രമിച്ചത്. കംസന്റെ 2 പത്നിമാരായ അസ്ഥിയും പ്രാപ്തിയും ജരാസന്ധന്റെ പുത്രിമാരായിരുന്നു. കംസവധത്തിന് ശേഷം വിധവകളായ അവർ തൻ്റെ പിതാവായ ജരാസന്ധന്റെ അടുക്കൽ അഭയം പ്രാപിക്കുകയും കൃഷ്ണനോട് പ്രതികാരം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ ക്രുദ്ധനായ ജരാസന്ധൻ മധുരയെ പാടെ നശിപ്പിക്കുമെന്ന് ശപഥം ചെയ്തു. ജരാസന്ധൻ തൻ്റെ അക്ഷൗഹിണി പടയുമായി 17 തവണ മധുരയെ ആക്രമിക്കാൻ ശ്രമിച്ചു. കൃഷ്ണനും ബലരാമനും ജരാസന്ധന്റെ സൈന്യത്തെ ഓരോ തവണയും നിഷ്പ്രയാസം പരാജയപ്പെടുത്തി. ജരാസന്ധനെ കൃഷ്ണൻ വധിച്ചില്ല, പകരം സൈന്യമില്ലാത്തവനാക്കി തിരിച്ചയച്ചു. എന്നാൽ ജരാസന്ധൻ തോൽവി സമ്മതിക്കാതെ വീണ്ടും വീണ്ടും സൈന്യത്തെ ശേഖരിച്ച് 17 തവണ മധുരയെ ആക്രമിച്ചു. 17 തവണയും ഭഗവാൻ ജരാസന്ധനെ തോൽപ്പിച്ചു വിട്ടു. 18ാം തവണ ജരാസന്ധൻ ആക്രമിക്കാൻ വന്നപ്പോൾ മറ്റൊരു വശത്തുനിന്ന് കാലയവനൻ എന്ന അതിശക്തനായ ശത്രുവും മധുരയെ വളഞ്ഞു. 2 ഭാഗത്തു നിന്നും ശത്രുക്കൾ ആക്രമിക്കുന്നത് മധുരയിലെ ജനങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് ഭഗവാൻ മനസ്സിലാക്കി. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഭഗവാൻ യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറി. ഇത് ഭീരുത്വം കൊണ്ടല്ല, മറിച്ച് തൻ്റെ പ്രജകളുടെ ജീവൻ രക്ഷിക്കാനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു. നന്ദി, നമസ്കാരം.